ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും പോപ്പുലറായ ഒരു സ്നാക്കാണ് വടാപ്പാവ്. അപ്പോൾ വടാപ്പാവ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർ കഴിച്ചിട്ടുണ്ടായിരിക്കും. ഒരുവിധ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ 3 സ്റ്റെപ്പായിട്ടാണ് ഇതോടെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് അതിനുള്ള പാവ് ഉണ്ടാക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു വട ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ഒരു ചട്നിയും തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 പാവിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ട് കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇളം ചൂടുള്ള പാൽ വേണം ചേർക്കാനായിട്ട്. 1 ഗ്ലാസ് പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ടാകെ അതിന് കുറച്ച് ഒരു ഹാഫ് ഗ്ലാസ് മാത്രം ഇതിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. ഇത് 5 മിനിറ്റിന് ശേഷം ഈസ്റ്റ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2.5 ഗ്ലാസ് മൈദയാണ്. 2.5 ഗ്ലാസ് മൈദയിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 വടപ്പാവ് ഉണ്ടാക്കാനുള്ള കൂട്ടാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. ഇതുകൊണ്ട് ആകെ 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉപ്പ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഈസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് കൂടെ ചേർത്തിട്ട് നന്നായി കുഴച്ച് മിക്സാക്കി എടുക്കണം. അപ്പം ഒരു 2.5 ഗ്ലാസ് മൈദയിലേക്ക് 1 ഗ്ലാസ് പാല് വേണ്ടി വന്നു എനിക്കിത് മിക്സ് ചെയ്യാനായിട്ട്. അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് വീണ്ടും നന്നായി കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം നന്നായി കുഴച്ച് ഇതിനെ സോഫ്റ്റ് ആക്കി എടുക്കണം ഈ മാവിനെ. അങ്ങനെ ചെയ്താലാണ് നമ്മുടെ പാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പം ബട്ടറൊക്കെ ചേർത്ത് നമ്മൾ നന്നായി കുഴച്ചെടുത്തു. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇനി പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ പുരട്ടി കൊടുത്തിട്ട് ഈ മാവിനൊന്ന് ഫോൾഡ് ചെയ്യണം ഉള്ളിലേക്ക്. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഇതൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 2 മണിക്കൂറോളം അടച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും നമുക്ക് ഈ മാവിൻ്റെ ഡബിളായിട്ട് വീർത്ത് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം 2 മണിക്കൂറായി. ഇതാ നമ്മുടെ മാവൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അധികം കുഴയ്ക്കേണ്ട, ചെറുതായി ഒന്ന് കുഴച്ചെടുത്താൽ മതി. അധികം ബലം പ്രയോഗിക്കാതെ ചെറുതായി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 10 ബോൾസ് ആയിട്ട് എടുക്കാം. അപ്പോൾ വടാപ്പാവിനായിട്ട് ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള 10 ബോളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിനെ. എന്നിട്ട് ഓരോ ബോളിനെയും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് നല്ലൊരു ഷേപ്പ് വരുത്തിയിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പം ഈ ബേക്കിംഗ് ട്രേ സ്ക്വയർ ഷേപ്പുള്ളതാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ വടാപ്പാവിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടും. ഇതിപ്പം എൻ്റെ കയ്യിൽ ആ സ്ക്വയർ ഷേപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു സാധാ റൗണ്ട് പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ പ്ലേറ്റിലേക്ക് ചെറുതായി കുറച്ച് ഓയിൽ തൊട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ലൈൻ പോലെ വെച്ച് കൊടുക്കാം ഈ ബോൾസ് ഓരോന്നും. ഇനി ഇതിനെ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി പാവ് ബേക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ചിട്ട് നമുക്ക് അടച്ചിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മുടെ പാവ് നന്നായി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ പ്ലേറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പാലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മുകൾ ഭാഗം ഒട്ടും കട്ടിയാവാതെ കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചെരിഞ്ഞു പോകാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ വേണം വെക്കാനായിട്ട്. ഇനി ഇത് അടച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് കയറ്റി വെക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. 30 മിനിറ്റിന് ശേഷം നമുക്കിതൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് വെന്തുണ്ടോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ചൂടറിയതിന് ശേഷം ഇത് അടർത്തിയെടുത്താൽ മതി ഈ പ്ലേറ്റിൽ നിന്ന്. ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഹാർഡാണെങ്കിൽ മുകൾ ഭാഗത്ത് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്താൽ മതി. ബട്ടർ തേച്ച് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാവ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട്
നല്ല പാവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് അടർത്തിയെടുക്കാം. ഇനി സ്റ്റെപ്പ് 2 വട ഉണ്ടാക്കല്. അപ്പോൾ വട ഉണ്ടാക്കാനായിട്ടൊരു 4 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തതാണിത്. ഉപ്പ് മാത്രം ചേർത്തൊന്ന് പുഴുങ്ങിയെടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് സവാള ചോപ്പ് ചെയ്തത്, ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ 1 ടീസ്പൂൺ പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, അത്രയും സാധനങ്ങളൊന്ന് ചെറുതായി ചോപ്പ് ചെയ്തത്. പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. പിന്നെ വേണ്ടത് ചാട്ട് മസാലയാണ്. അപ്പം ചാട്ട് മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് കൂടെ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള അധികമൊന്നും വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം മതി. സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇതിൽ ചാട്ട് മസാല ഇല്ലെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല. ബാക്കിയുള്ള സാധനങ്ങളുണ്ടെങ്കിലും കറക്റ്റ് വടയേക്ക് എടുക്കാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായി സ്പൂൺ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് ഇറക്കി വയ്ക്കാം. ഇനി ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പം 10 ബോൾസ് ആയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം, 10 വടയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായംപൊടി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് കട്ടിയുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. നമുക്ക് അധികം ലൂസ് വേണ്ട, നല്ല കട്ടിയുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായി വരുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഓരോന്ന് ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഇട്ട് ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് മറിച്ചു കൊടുക്കാം. ഇതുപോലെ 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം നമ്മുടെ 2 സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3 നമ്മുടെ ഡ്രൈ ചട്നിയാണ്. അപ്പോൾ ഡ്രൈ ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി വേണം. ഒരു 3-4 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, അതുപോലെ ഒരു 10 വെളുത്തുള്ളി, പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും. ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ഡ്രൈ ചട്നിക്ക്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ചേർത്തൊന്ന് ഫ്രൈ ചെയ്യണം. വെളുത്തുള്ളി ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ഫ്രൈ ചെയ്ത് നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ഈ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കപ്പലണ്ടി ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിന് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി, അധികം മുരിഞ്ഞൊന്നും വറുത്തെടുക്കണ്ട. ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വെറുതെ ഇളക്കിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഡ്രൈ ചട്നിയുടെ സാധനങ്ങൾ. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഡ്രൈ ചട്നിയും തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് വടാപ്പാവിൽ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു പാവ് എടുത്തിട്ട് അതിൻ്റെ നടുവിനെ മുറിക്കണം. അപ്പോൾ ജോയിൻറ്റ് വിട്ടു പോകരുത്, നടുവിനൊന്ന് തുറന്ന് കിടത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ചട്നി 1 ടീസ്പൂൺ എടുത്തിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് എരിവുള്ള ചട്നിയാണ്, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അധികം എരിവ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട ഒരെണ്ണം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വടാപ്പാവ് ഇവിടെ തയ്യാറായി.
നമുക്ക് എല്ലാ പാവും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഫ്രൈ ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.